വലിയ കണക്ടർ കോമ്പിനേഷൻ ലാംസി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വേരിയൻസിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 9 ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോപ്പർ തന്നെ നമുക്ക് മാനുവലിലും ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. 2 പാർട്ട് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ കടാതിയിലുള്ള നെക്സയുടെ ഷോറൂമിലാണ്. മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നെക്സ ഷോറൂമിലെ റിലേഷൻഷിപ്പ് മാനേജറായ എബിൻ നമ്മൾക്ക് ഗ്രാൻഡ് വിറ്റാര ആൽഫ വേരിയന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് എബിൻ. ഞാൻ മൂവാറ്റുപുഴ നെക്സയിലെ റിലേഷൻഷിപ്പ് മാനേജറാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാര സ്മാർട്ട് ഹൈബ്രിഡ് ആൽഫ വേരിയൻ്റ് വണ്ടിയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ DRL കൊടുത്തിട്ടുണ്ട്. LED DRL ആണ് വരുന്നത്. അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഹെഡ് ലാംപ്സ് വണ്ടിയുടെ സെൻട്രൽ പോർഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ്രാമിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ക്രോം എലമെൻറ്റ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് കളറിൽ ഗ്രിൽസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സുസുക്കിയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. ഇത് മൂന്നും ചേരുമ്പോൾ ഒരു മസ്കുലർ ഒരു ഫീല് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് 360 ക്യാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 4345 mm ലെങ്ത്ത് ഉണ്ട്. 1745 mm വിഡ്ത്ത് വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ 1645 mm ഹൈറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അലോയ് നോക്കുമ്പോൾ 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റിയർ വൈപ്പറും വാഷറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു വലിയ കണക്ടർ കോമ്പിനേഷൻ ലാംസി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ 373 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. മാക്സിമം വലിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസിനൊക്കെ ഇതിൻ്റെ സ്റ്റെപ്പിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റെപ്പിന് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ഇതല്ല, അലോയ്സ് അല്ല വരുന്നത്. സ്റ്റെപ്പിന് നോർമലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ട് അല്ലേ? ലൈറ്റ്സ് കാണാൻ പറ്റും. ലൈറ്റ്സ് കാണാൻ ചാർജർ ഉണ്ട്. ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾഡ് ചെയ്യാവുന്ന ഹോൾഡർ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വലിയൊരു ഗ്രാൻഡ് വിറ്റാരയുടെ ബാഡ്ജിങ് ബാക്കിൽ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലേബല് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ഇത് ബാക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. എല്ലാ വേരിയൻസിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഡെൽറ്റ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ കൺട്രോൾ സ്റ്റിയറിംഗ് തന്നെ വരുന്നുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. ക്രൂയിസ് കൺട്രോൾ എല്ലാ വേരിയന്റിലും ഉണ്ടോ? ഡെൽറ്റ മുതൽ വരുന്നുണ്ട്. അത് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ വേരിയന്റിലും ഉണ്ട്. എല്ലാ വേരിയന്റിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട് എല്ലാ വേരിയൻസിലും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 9 ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് IRVM ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ സോഫ്റ്റ് ടച്ച്, എല്ലായിടത്തും സോഫ്റ്റ് ടച്ച് ഇന്റീരിയർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡാഷ് എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. ആൽഫ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇതിൽ തന്നെ നമുക്ക് മാനുവലിലും ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. 2 പാർട്ട് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് ആൻഡ് മൈനസ്. ഈ പ്ലസ് ആൻഡ് മൈനസ് യൂസ് ചെയ്ത് നമുക്ക് ഓട്ടത്തിൽ വണ്ടി ഇപ്പോൾ പെട്ടെന്ന് ഡൗൺ ചെയ്യണം, അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും ഈ പാർട്ട് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ വണ്ടി മാനുവൽ മോഡിലേക്ക് ഇട്ടാൽ പാർട്ട് ഷിഫ്റ്റേഴ്സ് വഴി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് AT ആണ്. AT എന്ന് പറഞ്ഞാൽ ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാനായിട്ടൊരു പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, 120 വോൾട്ടിന്റെ ഒരു ഇതുണ്ട്. പിന്നെ USB ചാർജർ ഉണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ടോ? വയർലെസ് ചാർജിങ് അത് അവൈലബിൾ അല്ല. വയർലെസ് ചാർജ് നമുക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയ ഹൈബ്രിഡ് വേരിയന്റ് ആയ ആൽഫ പ്ലസ് എന്നുള്ള വേരിയൻസിൽ മാത്രമാണ് വയർലെസ് ചാർജർ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ.
ഒരു ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൻ്റെ സീറ്റിംഗ് പറയുമ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ലെതർ സീറ്റ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ലെതർ സീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡിൽ. പിന്നെ ടോപ്പ് എൻഡ് മുതൽ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. സൺറൂഫ് ഓപ്പൺ ചെയ്യണം. സൺറൂഫ് ഓപ്പൺ ചെയ്തു കേട്ടോ. Fuel level is low. Please fill the tank immediately. പാനോറമിക് സൺറൂഫാണ് കമ്പനി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഡ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി. പറയാം, ക്ലോസ് ചെയ്തോ. ഓക്കെ. MIDയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആവറേജ് ഫ്യൂൽ എക്കണോമി ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് ടൈം കാണാൻ സാധിക്കും. പിന്നെ ക്ലോക്ക്, പിന്നെ മോഷൻ കാണാൻ സാധിക്കും. ടോർക്ക്, പവർ. പിന്നെ നമുക്ക് ഇത് ഈ ഡയഗ്രാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ഡയഗ്രമാണ്. ഇത് വണ്ടി ബാറ്ററിയിലേക്കുള്ള എനർജി ഫ്ലോ, അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്കുള്ള എനർജി ഫ്ലോ ആണ് ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അതാണ് മെയിനായിട്ടും MIDയിൽ വരുന്നത്. നമുക്ക് AC-യിലേക്ക് വരുമ്പോൾ ഓട്ടോ AC ആണ് ബേസ് വേരിയൻറ്റ് പോലെ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാതെ വണ്ടി തന്നെ ടെമ്പറേച്ചർ പുറത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അകത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യാത്തൊരവസ്ഥ, ഒരു കംഫർട്ട് വണ്ടിക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് പറയുമ്പോൾ നമുക്ക് ആർക്കമേഴ്സിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലാരിറ്റി സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ വണ്ടിയിൽ ഈ വേരിയൻറ്റിൽ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇതിൽ ആവറേജ് ഫ്യൂൽ എക്കണോമി ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ എനർജി ഫ്ലോ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിവൈസ് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേരിയൻറ്റിൽ 360 ക്യാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ വരുന്നുണ്ട്. ഇത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് ബാക്കിൽ ആൾക്കാർക്ക് 360. ഇത് റിവേഴ്സ് വ്യൂ. ഇത് റിവേഴ്സ് വ്യൂ. ഇത് ബാക്കിൽ നിന്ന് വരുന്ന വ്യൂ. ഓക്കെ. ഇത് ബാക്ക് സൈഡ്. ഇത് 360 രണ്ടും കൂടി ടോപ്പിൽ നിന്നുള്ള വ്യൂ, ബാക്കിലുള്ള വ്യൂ രണ്ടും. ഓക്കെ. ബാക്കിലേക്ക് വരുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യം നല്ല ലെഗ് റൂം, കാല് നീട്ടി വെക്കാനൊക്കെ സൗകര്യം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ റിയർ AC വെൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC വെൻസിൽ തന്നെ നമുക്ക് ചാർജിങ് സ്ലോട്ട് ഉണ്ടല്ലേ? AC വെൻസിൽ തന്നെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു USB ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ ഡോറിൽ തന്നെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ എല്ലാ ഡോറിലും സോഫ്റ്റ് ടച്ച് ആണ്. ലെതർ റാപ്ഡ് സോഫ്റ്റ് ടച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 1.5 ലിറ്റർ K15C സീരീസ് മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ വരുന്നത് 102 bhp അറ്റ് 6000 RPM വരുന്നുണ്ട്. അതുപോലെ മാക്സിമം ടോർക്ക് എന്ന് പറയാൻ 136.8 Nm ടോർക്കാണ് മാക്സിമം വരുന്നത്. അത് 4400 RPM-ലാണ് അല്ലേ? നല്ലതായിട്ടുണ്ട്. ഓക്കെ. പോസ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ആൽഫയുടെ ഡീറ്റെയിൽസ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഷോറൂം വരുന്ന മൂവാറ്റുപുഴ കടാതി ചങ്കം ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ മൂവാറ്റുപുഴ നെക്സ ഷോറൂമിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.